വിൻസി ഷൈൻ ടോം ചാക്കോ വിഷയത്തിൽ മാലാ പാർവതി പറഞ്ഞൊരു കാര്യം ഇന്നലെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലുകളൊക്കെ ഓഡിറ്റ് ചെയ്തു. ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ ഔട്ടായ അന്നേ ദിവസം തന്നെ ഞാൻ നൈറ്റിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഇവർ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഒരു ക്രിഞ്ചടിക്കുന്നു. അതായത് എപ്പോഴും മാലാ പാർവതി വന്നിരുന്ന് സെൽഫായിട്ട് പൊട്രിയേറ്റ് ചെയ്യാറ് അവർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, സ്ത്രീ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് അവർ പല സാഹചര്യത്തിലും വന്നിരുന്ന് സംസാരിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മാലാ പാർവതിക്ക് കണ്ടിന്യൂസ്ലി സിനിമയിൽ കുറേ റോളുകൾ കിട്ടുന്നുണ്ട്, അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സോ മേ ബി അതൊക്കെ ഒന്ന് കട്ടാവൂ എന്നുള്ള പേടി കൊണ്ടായിരിക്കണം അവരുടെ ഇപ്പോഴത്തെ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് ലൈനാണ്. ഓക്കെ, അവർ സിനിമാക്കാരെ കുറിച്ചും അധികം കുറ്റം പറയുന്നില്ല. അല്ലെങ്കിൽ ഇതേപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് അവരെന്ത് ചെയ്യുന്ന അറിയാം, ഒരു രണ്ട് സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് പോകുന്ന രീതിയിലാണ് എനിക്ക് പലപ്പോഴായിട്ട് മാലാ പാർവതിയുടെ റീസെൻറ്റ് സംസാരങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്തപ്പോൾ ഇവരുടെ പഴയ ഇൻ്റർവ്യൂസ് എടുത്ത് വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ആ മകൻ്റെ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നില്ല. ഇവരുടെ മകൻ്റെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ്. ഓക്കെ, പിന്നെ സിനിമയിൽ ഒന്നും കൂടി ഗ്രിപ്പ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൗത്ത് പീസായി മാറിയിട്ടുണ്ട് ഇപ്പോൾ മാലാ പാർവതി. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീപക്ഷത്ത് നിന്നുള്ള ഒരു സംസാരമൊന്നും ഇനി ആരും പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മാലാ പാർവതി പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ അന്ന് ആ വീഡിയോ, അതായത് ഒരു 2-3 ദിവസം മുമ്പ് ഈ ഇൻ്റർവ്യൂ ഫസ്റ്റ് വന്ന ടൈമിൽ വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവരിത് വിൻസിയുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്, അതോ ഈ മാറ്റർ ഇവർക്ക് ഇതിന് മുമ്പ് അറിയാമായിരുന്നോ, ഈ ഇൻ്റർവ്യൂ കുറച്ച് മുമ്പ് എടുത്താനുള്ള അങ്ങനത്തെ ഒക്കെ സംശയം ഉണ്ടായിരുന്നു. ബട്ട് അവർ ഇന്ന് ഏഷ്യാനെറ്റിന് കൊടുത്ത ബൈറ്റിനകത്ത് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർ വിൻസിയുടെ ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് തന്നെയാണ് ആ ഇൻ്റർവ്യൂ കൊടുത്തത്. സോ അവർ പറയുന്ന മാറ്റർ വിൻസിയുടെ മാറ്റർ തന്നെയാണ്. എന്താണെങ്കിലും മൂവി വേൾഡ് മീഡിയയ്ക്ക് അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് നോക്കാം. സിനിമയിലും ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാളാരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുമോ, വരുമോ, എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. എന്തോ സ്കില്ലാണെന്നൊക്കെയാണ് ചേച്ചിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗതി നിലനിൽപ്പ്, നിലപാട്, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, നിലപാട് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുക എന്നുള്ളത് അതൊരു പേഴ്സണാലിറ്റിയാണ്. ഇത് നിലപാട് എൻ്റെത് ഇങ്ങനെ മാറ്റി മറിച്ചു ഞാൻ പറയും, എനിക്ക് നിലനിൽപ്പാണ് വലുത്, ആ നിലനിൽപ്പിന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ടോണിലാണ് ഇവരിത് ഈ പറഞ്ഞു. ഇത് വളരെ കാഷ്വലായിട്ട്, അതായത് വിൻസി പറഞ്ഞ കാര്യത്തിനെ ഒട്ടും എൻഡോസ് ചെയ്യാതെ വളരെ കാഷ്വലായിട്ട് ആ സിനിമയാണ്, സ്ത്രീയാണ്, ഈ സിനിമയാണ്, സ്ത്രീയാണ്, ഇതിലൊക്കെ മാറ്റം വരണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ സിസ്റ്റം ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നതും ഇതിനു വേണ്ടി ഒരുപാട് പേര് സംസാരിക്കുന്നതും ഇങ്ങനെ വിൻസിയെ പോലുള്ളവർ ഇറങ്ങി വന്ന് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നതും. ഓക്കെ, ഈവൻ നാട്ടുകാരുടെ പൈസയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ സമയത്തും അതിനകത്തും ആരും സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് ആരും എടുക്കാത്തത് കൊണ്ടാണ്. ഈവൻ ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ പോലും, ഇല്ലെങ്കിൽ പാർവതി ആണെങ്കിൽ പോലും, അവർക്ക് ആർക്കും സിനിമാക്കാരുടെ പേരോ സിനിമയുടെ പേരോ ഒന്നും പുറത്തു വരുന്നത് താല്പര്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡൊക്കെ എടുത്തത് കൊണ്ടാണ് ആ എൻറ്റയർ സാധനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുമാതിരി കയ്യാലപ്പുറത്ത് വെച്ച് തേങ്ങ ഇരിക്കുന്ന പോലെ എപ്പോഴും ഇരിക്കുന്നത്. സോ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ടോണിലൂടെ ഇവരൊക്കെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആവേശത്തിൽ എടുത്ത് ചാടിയിട്ട് സ്ത്രീക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പടം ഒരുതാൻ വേണ്ടി ഇറങ്ങും. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ സ്റ്റാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താ അവസ്ഥ അറിയോ? നിലനിൽപ്പ് വേണം. അപ്പം നിലപാട് എടുത്ത് തോട്ട് കൊണ്ടുപോയി കളയും ഇവർ. നിലനിൽക്കാൻ വേണ്ടി ശരിയാണ്, നിലനിൽക്കണം, പക്ഷെ ഇതൊരുമാതിരി മറ്റേ അഡ്ജസ്റ്റ് ചെയ്ത് നിലനിൽക്കണം, അവിടെയൊക്കെ അങ്ങനെയാണ് എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇതൊക്കെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ടോണാണിത്. ഓക്കെ, ഇത് വളരെ കാഷ്വലായിട്ട് ഒരു കളിയാക്കൽ സാധനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ബൈറ്റിനകത്ത് എന്തോ വീണ്ടും ആ ബാധ കയറിയിട്ടുണ്ട്, ഘോര സംസാരത്തിൻ്റെ സാധനം. കാരണം അത്യാവശ്യത്തിൽ കൂടുതൽ വിമർശനം വന്നിട്ടുണ്ട്, ട്രോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം തിരിച്ചു പിടിക്കണമല്ലോ. അപ്പോൾ സ്ത്രീക്ക് വേണ്ടി ഒന്നുകൂടി പരമെഴുതാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് മോണ്ടി തേഴ്സ്ഡേയുടെ അന്നാണേ. അപ്പോൾ അന്ന് വിൻസിയുടെ ഇൻ്റർവ്യൂ തലേന്ന് അല്ല, ഞാൻ അന്ന് രാവിലെ കാണുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കണ്ടു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കൊരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി. അയാൾ പിന്നെ ഞാനിങ്ങനെ വേഷം മാറട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നമ്മുടെ വിൻസിയെ പോലെ ഇത്രയും മിടുക്കിയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു വാങ്ങിച്ച പെൺകുട്ടി സിനിമ പോലൊരു മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് വിൻസി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട്. സിനിമയിൽ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കൂടെ ആൾക്കാർ നിൽക്കുകയുള്ളൂ. പിന്നെ IC-യിൽ പോവാം, തീർച്ചയായിട്ടും IC പോകണം, അത് കഴിഞ്ഞാൽ കേസ് കൊടുക്കാം. പക്ഷെ ആ സമയത്ത് പ്രതികരിച്ചാൽ പിന്നെ അതവിടെ കഴിയും. അല്ലാതെ ഈ കുട്ടി അത് മനസ്സിലൊരു ഭാരമായിട്ടോ വിഷമമായിട്ടോ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പെൺപിള്ളേർ എന്തിനാ പേടിക്കുന്നത്? പല കാര്യങ്ങൾ നമുക്ക് നേരെ വരും. നമ്മളത് പലതരത്തിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി നമ്മൾ നമ്മുടെ കാര്യം ചെയ്യണം, നമ്മൾ ജീവിക്കണം, നമ്മൾ ഭയക്കാതെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇത്രയും വലിയൊരു വിവാദമാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. ഇപ്പൊ പറയുമ്പോൾ ശബ്ദത്തിൽ ശേഷം ഗൗരവം കൂടിയിട്ടുണ്ട്, ടോണിലൊക്കെ കുറച്ചൊരു മാറ്റമുണ്ട്, ഒരു അഗ്രസീവ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉളുപ്പില്ലാത്തൊരവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം ഇവർ ഈ സൈക്കോളജിയൊക്കെ പഠിച്ച ആളാ തോന്നുന്നു. എന്താണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കാനാണെന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്ന ചാനലിൽ നിന്ന് തള്ളുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ വിൻസി ഇട്ടൊരു വീഡിയോ അത് വളരെ കാഷ്വൽ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വിൻസി എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്നും എത്ര ഡീപ്പായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്നും അവർ അനുഭവിച്ച ആ ഒരു വിഷയം, ആ ഒരു ട്രോമ എത്രത്തോളം അവർക്ക് അത് എത്ര സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും കംപ്ലീറ്റ്ലി നോക്കാതെയോ അറിയാതെയോ രാവിലെ വീഡിയോ കൊണ്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരമുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് കയറിയിട്ട് അതിനെക്കുറിച്ച് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു വെച്ചിട്ട് പോവാണ്. സ്വന്തം എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബസ് കയറിയ സമയത്ത് ഇവർ ആരോ തോണ്ടി എന്നുള്ള പരിപാടിയൊക്കെ ഇവർ പറഞ്ഞിട്ട് അതിലൊക്കെ ഭയങ്കര ട്രോമ അനുഭവിച്ചിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന കുറേ പഴയ ഇൻ്റർവ്യൂസും സാധനങ്ങളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ടൈമിലൊക്കെ അത് സ്വയം സംഭവിക്കുമ്പോൾ സെൽഫായിട്ട് വരുമ്പോൾ ഇപ്പം മകൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് മകന് സംഭവിച്ചപ്പോഴൊക്കെ ഇവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, വാദങ്ങളുണ്ട്, അതിനായിട്ടുള്ള എന്തുണ്ട് ഒരു തരം റിസോൾവ് ചെയ്യാനുള്ള ഐഡിയാസ് ഇവരുടെ കയ്യിലുണ്ട്. ബാക്കിയുള്ളവരിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ജീവിക്കേണ്ട മക്കൾ ഇതെന്താ പറയുക, പറയാതെ പറയണം. ഈ സൊസൈറ്റി ഇത്രയും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ വുമൺ എംപവർമെൻ്റ് ഒക്കെ ഇത്രത്തോളം എന്താ പറയുക ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും സിനിമയൊക്കെ എടുത്ത് നോക്കുമ്പോൾ സിനിമയിൽ തന്നെ അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഒരു സൗണ്ട്, ഏറ്റവും കൂടുതൽ ഒരു മൗത്ത് പീസ് ആയിട്ട് വരുന്ന ഒരു വ്യക്തി തന്നെ വന്നിരുന്നുണ്ട്. മക്കൾ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രോള് കിട്ടാതിരിക്കുമോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിൻസിയുടെ ആ ഇഷ്യൂയുടെ ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലൊരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നിട്ട് സംസാരിക്കാൻ. രാവിലെ കണ്ട് ഉച്ചയ്ക്ക് പോയി ഛർദ്ദിച്ച് വെക്കുന്ന അത്രയും അപ്പം നിങ്ങൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായി ആ ടോണെന്നൊക്കെ മാറി. പക്ഷെ അത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ അത്രയേ ഉള്ളൂ, സിനിമയാണ്, ഇതൊക്കെ അവിടെ ഇനിയും നടക്കും, ഇനിയുള്ള കാലഘട്ടത്തിലും നടക്കും. ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പലരും സംസാരിക്കുന്നത്, പല നിയമങ്ങളും കൊണ്ടുവരുന്നത്, പല ബോഡീസും വരുന്നത്. ഇപ്പം IC വന്നത് തന്നെ ഇതിലെ മാറ്റങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടല്ലേ. അത് കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ട്. പലരും എന്താണ് ഓരോന്ന് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. സോ അവരൊന്നും ബാക്കപ്പ് ചെയ്യാതെ ഇവരെ പോലെയുള്ള ആളുകൾ വന്നിരുന്നിട്ട് വീണ്ടും ഇതൊക്കെ അവിടെ സംഭവിക്കും, ഇതൊക്കെ ഇങ്ങനെയാന്നുള്ളത് വീണ്ടും സ്റ്റാമ്പ് ചെയ്യുമ്പോണ്ടല്ലോ, അപ്പം പിന്നെ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് ബാക്ക്ലാഷുകളൊക്കെ വരും. പ്രതികരിക്കാതെ അവസാനിപ്പിക്കാൻ പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം അതോ ചോദ്യങ്ങൾ വരുന്നത് ഇല്ലാതാവണം? എന്താണ് ശരിക്ക് സൊസൈറ്റിക്ക് ആവശ്യം? ചോദ്യങ്ങൾ വരുന്നത് ഇല്ലാതാവണം. സ്ത്രീ ആയതുകൊണ്ട് അവളെ നോക്കിയിട്ട് അവളുടെ ഡ്രസ്സിനെ വിമർശിക്കാം, സ്ത്രീ ആയതുകൊണ്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങളെ ഓഡിറ്റ് ചെയ്യാം, സ്ത്രീ ആയതുകൊണ്ട് അവൾ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയാം, സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റി കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് അവൾ ചെയ്യുന്ന എഫേർട്ടിന് അവൾക്ക് കൂലി കുറച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് സ്ത്രീകൾ സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീ ആയതുകൊണ്ട്. പക്ഷെ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് സ്ത്രീ ആയതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്താണ് പോകണം. കാരണം സ്ത്രീ ആയതുകൊണ്ട് സൊസൈറ്റിയിൽ ഇതൊക്കെ വരും, അഡ്ജസ്റ്റ് ചെയ്ത് നൈസായിട്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇല്ല മക്കളെ, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സിനിമയിൽ ഒട്ടും നമുക്ക് എന്തില്ല, ഒരു വിസിബിലിറ്റി കിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ പോകണം. ഇതാണ് ഇവരുടെ ടോണ്. കാരണം ഇപ്പം ഇവരുടെ അവസ്ഥ അതായിരിക്കും. കാരണം അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് പോയേ പറ്റൂ.
ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവില്ല. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് അതല്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സിനിമ എന്ന ഫീൽഡിൽ തുല്യമായിട്ടുള്ള ഒരു ഫ്രീഡം, ഈക്വൽ സ്പേസ്, അവരുടെ വർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ അതൊക്കെയല്ലേ വേണ്ടേ? അതിനൊക്കെ വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ച ആളിൽ ഒരാളാണ് ഈ മാലാ പാർവതി. കാരണം അവരങ്ങനെയാണ് പല ചാനൽസിലും വന്നിരുന്നിട്ട് സെൽഫ് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിൽ ആ മുഖംമൂടി താഴെ ചാടിയതോട് കൂടിയിട്ട് സംഗതി എന്തായാലും മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവർ തന്നെ ഏഷ്യാനെറ്റിൽ പറഞ്ഞ ആ ഒരു ഇപ്പോൾ ഇന്ന് കൊടുത്ത ബൈറ്റിൻ്റെ ഒരു കുറച്ചും കൂടി പോർഷൻസ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാനൊരു സിനിമ സെറ്റിൽ നിൽക്കുകയാണ്. ഇപ്പം എന്നോടൊരു കാര്യം പബ്ലിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനപ്പം പല്ല് മേടിക്കുവേ, മര്യാദയ്ക്ക് പൊയ്ക്കോ, മിണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിയും. അതവിടെ കഴിയും എൻ്റെ അനുഭവം. ഇതിൽ വിമർശനമായി വന്ന ശ്രീ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് മാലാ പാർവതിക്ക് ചിലപ്പോൾ ഇതൊരു തമാശയായി തോന്നാം, പക്ഷേ എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത് തമാശയാവില്ല, അങ്ങനെ നിസ്സാരം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നാകില്ല എന്ന്. അത് 100% ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞതിനോട് യോജിക്കുന്നു. എനിക്ക് അതിനോട് ഒരു ഓപ്പണായിട്ട് ഇങ്ങനൊരു പറഞ്ഞത് അത് അവരുടെ ഒരു രീതിയായിട്ടും അതിനെ അപ്പം തന്നെ പ്രതികരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പെൺകുട്ടികൾ ജോലി ചെയ്യുന്നതിന് ഭയക്കേണ്ട വേറൊരാൾ തരുന്ന ഔദാര്യമല്ല നമുക്ക് വർക്ക്. നമ്മൾ ധൈര്യത്തോടെ നിന്ന് തൊഴിലെടുക്കണം. അതിനകത്ത് ഇവർ പറയുന്ന കാര്യത്തിനെ പോടാ എന്നുള്ള പേരിൽ തട്ടിക്കളയണം. അതിന് അത്രയും ഗൗരവമേ പുരുഷന്മാർക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പഴയ പോലെ അല്ല. പണ്ടത്തെ കോണ്ടെക്സ്റ്റിൽ ഞാനിത് പറയില്ല. ഇപ്പം എല്ലാ സെറ്റിലും IC ഉണ്ട്. ഗവൺമെൻറ് വളരെ വിജിലൻ്റ് ആണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിൻസിയുടെ വിഷയത്തിൽ എന്താണ് മാലാ പാർവതിയുടെ ഒരു നിലപാടാണ്? വിൻസിയുടെ വിഷയത്തിൽ ഞാൻ ആദ്യം വിളിച്ചവരോട് പറഞ്ഞ നിലപാട് തന്നെയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് ഷൈൻ്റെ പേര് പറഞ്ഞത് വിൻസി പറഞ്ഞത് നന്നായി. കാരണം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പേര് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നന്നായി പേര് പറഞ്ഞത്. 2, ICയിൽ പരാതി കൊടുക്കണം, നിയമപരമായി മുന്നോട്ട് പോകണം. ഞാൻ എന്തിനാണെന്ന് സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നത്? ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നിട്ടില്ല. എന്തിനാ ഇപ്പോൾ ഒരു മാറ്റം? ശരി, തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ വിക്ടിമായിട്ടുള്ള കുട്ടിക്കെതിരെയോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ? അതങ്ങനെ തന്നെയാണ്. അത് നിങ്ങളുടെ ആദ്യത്തെ ആ ഇൻ്റർവ്യൂവിൽ ആ കാഷ്വൽ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അതിൽ വരുന്ന ഓഡിറ്റ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ വേറെ ആരും എടുത്തു വെക്കുന്നില്ല. കാരണം കുറേ പേര് ഇന്നലെ ശ്രീനാഥ് വാസിയെ ന്യായീകരിച്ചിട്ട് ഒരു ആക്ട്രസ് വന്നിട്ടുണ്ടായിരുന്നു. അൻസിബ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടത് ട്രീറ്റ്മെൻറ്റാണ് അല്ല എന്ന് പറയുന്നില്ല, ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ സ്വയം ഓപ്റ്റ് ചെയ്തെത്തിയൊരു അവസ്ഥയാണത്, ഈ ലഹരി അടിച്ച് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ളത്. സോ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഫൈനാണ്, സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷനാണ് എടുക്കണേ എന്നുണ്ടെങ്കിൽ AMMA അസോസിയേഷൻ ഒരു റീഹാബ് സെൻറ്റർ തുടങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു ഷൈൻ ടോം ചാക്കോൻ്റെ മുകളിലൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ഷൈൻ ടോം ചാക്കോൻ്റെ റീഹാബിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി അടിക്കുന്നവരെ സൊസൈറ്റിയിൽ നമ്മൾ ഒരു മാതൃകയായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് പറയുമ്പോഴും വിക്ടിമായവർക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിത് പറയാതിരിക്കാം. അല്ലെങ്കിൽ വിക്ടിമായ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കുന്നതിനെ കുറിച്ചോ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാട്ടാളന്മാരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതല്ല, ഇത് വീണ്ടും ഈ പറഞ്ഞ നമ്മുടെ AMMA ആണെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഇതിലൊക്കെ ഉള്ളവർ സംസാരിക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോനെ എങ്ങനെ നന്നാക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിൻസിയുടെ ഇഷ്യൂ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അതിലെന്ത് തീർപ്പുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരാരും സംസാരിക്കുന്നില്ല. അതിലൊക്കെ സംസാരങ്ങൾ കുറവാണ്. അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ പറയുന്നത് ചേംബർ ഇരിക്കട്ടെ, AMMA ഇരിക്കട്ടെ, IC ഇരിക്കട്ടെ, കേൾക്കട്ടെ, പറയട്ടെ. ഷൈൻ ടോം ചാക്കോന് കാര്യത്തിന് സുഖമാണ്. നമുക്ക് അയാൾ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യണം, നമുക്ക് മാറ്റണം, അയാളെ ഒപ്പം പിടിക്കണം. അതാണ്. എന്താണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇറങ്ങിയിട്ട് ഇവരുടെയൊക്കെ ഒരു റിയൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്.